ഹലോ ഹലോ ഗുഡ് ഗായ്സ്, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 10-ാമതെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാനൊരു കണ്ണൂർകാരി ആയതുകൊണ്ട് നമുക്ക് തെയ്യക്കാലം തുടങ്ങലായിട്ടാ. ഈ 10-ാമതത്തിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ തെയ്യക്കാലം തുടങ്ങല്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് രാവിലെ എല്ലാവരും ലേറ്റ് ഉണ്ടായിന്, കാരണം ഏട്ടൻ ഇന്നലെ ഡ്യൂട്ടി ഉണ്ടായിന്. അപ്പോൾ 8:30 അപ്പോൾ ഞാനും എണീറ്റ് രാവിലെ തന്നെ 10-ാമത് ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി പല്ലെല്ലാം തേച്ച് കുളിച്ചിട്ടില്ല, വിളക്കെല്ലൊന്നും വെച്ചു. കുളിക്കാനൊന്നും പറ്റിയില്ല, കാരണം ഇവിടെ രാവിലെ തണുപ്പായി. അപ്പോഴേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീടെല്ലാം രാവിലെ തന്നെ എല്ലാ ദിവസവും അടിച്ചു വാരി ഞാൻ ദിവസം ചെയ്യുന്നതല്ല. നമുക്ക് ഭയങ്കര ചുമ പനിയാണ്. അപ്പം അവളെയും കൊണ്ട് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പം എനിക്ക് വേഗം പണിയെല്ലാം വേഗം തീർക്കാറുണ്ട്. അപ്പം ഇന്ന് രാവിലെ ദോശയാക്കാന്ന് വിചാരിക്കുന്നു. തലേനെ അരിയെല്ലാം അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ പൊന്തൊന്നുമില്ല. അപ്പോൾ ദോശ അങ്ങനെ പൊങ്ങിയിട്ടൊന്നുമില്ല. ഞാനങ്ങനെ ദോശയിൽ ചുടാൻ വേണ്ടിയിട്ട് ഇതാക്കി. അപ്പോൾ എനിക്ക് ചോറെല്ലാം വെച്ചിട്ട് വേണം പോകാൻ. പിന്നെ ഹോസ്പിറ്റലിൽ പോയാൽ എപ്പോൾ വരില്ലെന്ന് പറയാൻ കഴിയില്ല. 12 മണിക്കാണ് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടീന്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബുൾസൈലാക്കി ദോശ കഴിച്ചു. മോളിപ്പോൾ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ, അവളതും വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഏട്ടൻ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദോശ വേണ്ട, എനിക്ക് കുളുത്താക്കി തന്നാൽ മതിയെന്ന്. കുളുത്ത് പറഞ്ഞാൽ പഴം കഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ വേഗം ദോശ ആക്കി. ദോശയെല്ലാം കഴിച്ചതിന് ശേഷം ചോറെല്ലാം അടുപ്പത്തിട്ടു. പിന്നെ വരുമ്പോഴേക്ക് ചോറാവണ്ടേ, അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് റൈസ് കുക്കറിൽ വെക്കും. ഞാൻ വരുമ്പോഴേക്ക് അത് ചോറാവും. പിന്നെ ഉണക്കമുള്ളനും നങ്കും ഉണ്ടായിന്, അതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്, വന്നിട്ട് ആക്കാൻ വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് ഡോക്ടറെല്ലാം കാണിച്ചു ഒരു ക്യാപ്പച്ചീനെല്ലാം കുടിച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ വീട്ടിൽ വരുമ്പോഴേക്ക് തന്നെ 1:30 ആയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ വന്നപാടും ആ ഉണക്ക നങ്കും മറ്റേ മുള്ളനും എടുത്ത് വറുത്തു. പിന്നെ ചെറുപയർ ഊതി കറി വെച്ചു. വെറുതെ കറി വെച്ചതിൽ തേങ്ങയൊന്നും അരച്ചിട്ടില്ല. അപ്പോൾ ഉണക്കമുള്ളനും ചെറുപയറും ആണ് ഇന്ന് ഉച്ചക്ക്. പിന്നെ ഞാൻ അടുക്കളയിലൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഞാൻ ഉച്ചക്ക് ചോറുണ്ടാൽ തന്നെ എല്ലാം ക്ലീൻ ചെയ്യും. പിന്നെ ചോറ് വാർത്തു. ഞാൻ വരുമ്പോഴേക്ക് ചോറെല്ലാം വെന്തിട്ടുണ്ടായിന്. അപ്പോൾ ചോറെല്ലാം വാർത്തു. പിന്നെ ഞാൻ ആ പയറ് കറിയും കൂടി ആക്കി. ഇതെല്ലാം ആക്കിയതിന് ശേഷം ഞാനൊന്ന് കുളിക്കാൻ പോയിട്ടാണ്. ഞാൻ എപ്പോഴും ഉച്ചക്കാണ് കുളിക്കൽ. ബാക്കി ഫുഡെല്ലാം ആക്കിയതിന് ശേഷം ഞാൻ എന്തായിട്ട് കുളിക്കും. പിന്നെ രാത്രി ഇപ്പം തണുപ്പായതുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ കുളിക്കില്ല, അല്ലെങ്കിൽ കിടക്കുമ്പോൾ ഒന്ന് കുളിക്കും. അങ്ങനെ ഞാൻ അടുക്കളയിലൊന്ന് ക്ലീൻ ചെയ്ത ശേഷം കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ നമ്മൾ ചോറുണ്ടിനി. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.